ഏട്ടനെ കാണാമല്ലോ. അതുകൊണ്ട് തന്നെ ഇസ ഏട്ടന്റെ പുറകെ വിടും. ഭിത്തിയിലൂടെയൊക്കെ ചില്ലായി ഓടിക്കളിക്കുകയാണ് ഏട്ടൻ. അവിടെ കിണറ്റിൽ നിന്നും വെള്ളം ബക്കറ്റിൽ വലിച്ചെടുക്കുന്നത് പോലെ ഭിത്തിയിലൂടെ ഏട്ടൻ മുകളിലേക്ക് പോയി അവരാധിച്ചിട്ടും അത് ഭൂതമോ പ്രേതമോ ആയിരിക്കാം എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഭൂലോകം അണ്ടിയായിരുന്നു ഇസ. ഏട്ടന്റെ പറന്നു പോകലൊന്ന് കണ്ടു നോക്കണം. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ VFX ചെയ്യാമോ അണ്ണാ? എന്ത് കാട്ടപരാധമാണാ ഈ പണി വെച്ചിരിക്കുന്നേ? ശേഷം ഇസയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഏട്ടൻ ചെയ്തു കൂട്ടുന്ന അപരാധങ്ങൾ. കടലിന്റെ നടുക്ക് കുറ്റിയുമിട്ട് അതിന്റെ മേൽ കയറിയിരുന്ന ഇസയെ അങ്ങോട്ട് ഏട്ടൻ വിളിക്കുമ്പോൾ വെള്ളമാണെന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള ബോധമില്ലാതെ അവൾ അങ്ങോട്ട് നടന്നു പോകും. എന്തോന്ന് കൂതർ ഗ്രാഫിക്സ് ആണ് ആ പണി വെച്ചിരിക്കുന്നേ, അത് ഒക്കെ വാഴുന്ന ഈ കാലത്ത്. ഇസ ഏട്ടന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഏട്ടൻ വക നാച്ചുറൽ ഒരു ചാട്ടം, ഒറിജിനലാണെന്ന് പറയുകയേ ഇല്ല. അങ്ങനെ ഏട്ടൻ പറയുമ്പോഴാണ് ഇസയ്ക്ക് താൻ കടലിലാണ് നിൽക്കുന്നതെന്നും താഴേക്ക് പോകാതിരിക്കുന്നത് ഏട്ടന്റെ ശക്തി കൊണ്ടാണെന്നും മനസ്സിലാകുന്നത്. ഏട്ടൻ ആരാണെന്നും പറഞ്ഞ് പെണ്ണിനോട് ഹിസ്റ്ററി ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ പെണ്ണ് ഏട്ടൻ ഊക്കി വിടും. ഇങ്ങനെയാണോ പ്രായമുള്ളവരെ വിളിക്കുന്നത്? ഞാൻ എന്റെ അപ്പനെ വരെ ഇങ്ങനെയാ വിളിക്കാം. അത് കണ്ട് കലിയിളകി ഏട്ടൻ ഇസയെ വെള്ളത്തിലേക്ക് താഴ്ത്തും.